നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി വിചാരിച്ചതുപോലെ ഒരു വലിയ ഓളമുണ്ടാക്കി പി.സി. ജോർജിനെ തൂക്കി അകത്തിടാൻ കഴിഞ്ഞില്ല എന്ന നിരാശയുണ്ട്. എങ്കിലും ജോർജിനെ കയ്യിൽ കിട്ടിയതോടെ ഇനി തീർക്കാനുള്ള കണക്കൊക്കെ തീർക്കാൻ തന്നെയാണ് പിണറായി തീരുമാനിച്ചിരിക്കുന്നത്. പി.സി. ജോർജിന്റെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നാവിനെല്ലില്ലാത്ത എന്തും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ. അയാൾ രാഷ്ട്രീയക്കാരന്റെ ഒരു കുപ്പായം കൂടി ഇട്ടാൽ എങ്ങനെയിരിക്കും? വളരെ കഷ്ടവും ഗുരുതരവുമായിരിക്കും അവസ്ഥ. പി.സി. ജോർജിന്റെ അതിരുവിട്ടു പോയിട്ടുള്ള പല പ്രസ്താവനകളുമുണ്ട്. ഇതിനു മുൻപ് എത്രയോ തവണ കോടതിയുടെ താക്കീത് കേൾക്കേണ്ടി വന്നിട്ടുള്ള ആൾ കൂടിയാണ് ജോർജ്. ഇത്തവണയെങ്കിലും പി.സി. ജോർജ് നന്നാകുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. സാധ്യതയില്ല. കാരണം പഠിച്ചതേ പാടൂ എന്ന നിലപാടുകാരനാണ് പി.സി. ജോർജ്. പി.സി. ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് വാവിട്ട വാക്കുകളിൽ കുരുങ്ങുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. 2022 മെയ്യിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് തന്നെ ജാമ്യം ലഭിച്ച ജോർജ് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് തൂക്കി അകത്തിടുന്നതും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതും ഒരു പുത്തരിയല്ല. അതുകൊണ്ട് നിയമത്തെ വലിയ പേടിയൊന്നുമുള്ള ആളല്ല പി.സി. ജോർജ്. കോടതിയോടൊക്കെ ധാർഷ്ട്യ നിലപാട് തന്നെയാണ്. പക്ഷേ ഇത്തവണ കളി കാര്യമായി പോയി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അതേ മാസം തന്നെ ജോർജിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. സ്വപ്ന കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ജോർജിനെ സോളാർ പ്രതിയുടെ പീഡന പരാതിയിൽ 2022 ജൂലൈയിലും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലും അന്ന് തന്നെ ജാമ്യം കിട്ടി. കഴിഞ്ഞ വർഷം മാർച്ചിൽ കോഴിക്കോട് നഗരത്തിൽ NDA കൺവെൻഷനിൽ മാഹി സ്വദേശികളെയും സ്ത്രീകളെയും പറ്റി മോശമായി സംസാരിച്ചു എന്ന പരാതിയിൽ പി.സി. ജോർജിനെതിരെ കസബ പോലീസ് കേസെടുത്തു. ജോർജിനെതിരെ മാഹിയിൽ സ്ത്രീകൾ പ്രകടനം നടത്തി. സംസ്ഥാന വനിതാ കമ്മീഷനും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മന്ത്രി വീണ ജോർജിനെതിരെ മോശം പരാമർശം നടത്തി എന്ന കേസിലും എറണാകുളത്ത് ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നടി ആക്രമണം നേരിട്ട കേസിലെ പരാമർശത്തിലും ജോർജിനെതിരെ കേസെടുത്തിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ പരാതി നൽകിയ കന്യാസ്ത്രീയെ അവഹേളിച്ചെന്ന കേസിലും നിയമസഭയിലെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനും പി.സി. ജോർജിനെതിരെ ദേശീയ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസിന്റെ മല തന്നെ പി.സി. ജോർജിന് പിന്നാലെയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പി.സി. ജോർജ് പഠിച്ചിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ, അങ്ങേയറ്റം അധിക്ഷേപകരമായ വിമർശനങ്ങളും പി.സി. ജോർജ് ഉന്നയിച്ചിരുന്നു. ഇത് വലിയ എതിർപ്പിനും വിവാദങ്ങൾക്കും വഴിവെക്കുകയായിരുന്നു. സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളാണ് പി.സി. ജോർജ്. ചാനൽ ചർച്ചകളിലൊക്കെ വനിതാ അവതാരകർ ഇരുന്നാൽ പോലും അതിരു വിട്ടുപോകുന്ന പ്രസ്താവനകളും പൂരത്തെറിവിളികളും നടത്തുന്ന ആളാണ് പി.സി. ജോർജ്. പി.സി. ജോർജിനെ ഇങ്ങനെ വളർത്തി വലുതാക്കിയതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട്. റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി പി.സി. ജോർജിനെ സ്ഥിരം ചർച്ചകളിലേക്ക് വിളിക്കുമായിരുന്നു. അങ്ങനെ പി.സി. ജോർജ് വല്ല പൂരത്തെറിയും വിളിച്ചാൽ റേറ്റിംഗ് കൂടും എന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെ പി.സി. ജോർജ് വളർന്ന് പന്തലിച്ച് ഒരു ധാർഷ്ട്യത്തിൻ്റെ മരമായി മാറിക്കഴിഞ്ഞു. എന്നാൽ കോടതിയോട് കളിക്കാൻ ചെന്നപ്പോഴാണ് പണി കിട്ടിയത്. ഇതിനു മുൻപ് പോലീസിനോടും പിണറായി വിജയനോടും മാധ്യമങ്ങളോടും ഒക്കെ പലതരത്തിൽ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ആരും നാവിനെല്ലില്ലാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ കോടതിയോട് കളിക്കാൻ ചെന്നപ്പോഴാണ് കളി പാളിയത്. മറ്റെല്ലായിടത്തും കയറി തോന്നിവാസം കാണിക്കുന്നത് പോലെയല്ല കോടതിയോട്. അതുകൊണ്ട് തന്നെ കോടതി എടുത്തിട്ട് കുടഞ്ഞാണ് വിട്ടത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള ആളാണ് പി.സി. ജോർജ്. കേസിൽ റിമാൻഡിലായതിനു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പി.സി. ജോർജ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ടെസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു. ECG വേരിയേഷനെ തുടർന്നാണ് പി.സി. ജോർജിനെ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ പി.സി. ജോർജിന്റെ ആരോഗ്യം തൃപ്തികരമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അഴിക്കുള്ളിലായ പി.സി. ജോർജിനോട് ഇനി പിണറായി വിജയൻ എന്തുതരം നിലപാട് സ്വീകരിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. പിണറായി വിജയന് ഒരുപാട് കണക്കുകൾ പി.സി. ജോർജിനോട് തീർക്കാനുണ്ടല്ലോ. അതുകൊണ്ട് പി.സിയെ അകത്തിട്ടുരുട്ടുമോ എന്നുള്ള ഒരു ചോദ്യവും ശക്തമാകുന്നുണ്ട്. എന്തായാലും പി.സി. ജോർജിനെ പിടികൂടാൻ പോലീസ് ഈരാറ്റുപേട്ടയിലെ വീട്ടിലേക്ക് പോയി കാത്തുകെട്ടി കിടന്നതും BJP പ്രവർത്തകർ സംഭവം വഴിതിരിച്ചു വിട്ടതും ഒടുവിൽ ജോർജ് കോടതിയിൽ പോയി ഹാജരായതും വലിയൊരു നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.